അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കണക്ക് പകുതി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് ലിമിറ്റഡിൻ്റെ കണക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡ് എന്നുള്ള കണക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി വൈ ലിമിറ്റഡ് കമ്പനിയെ അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാ വരുന്നത്? വൈ ലിമിറ്റഡ് ആണ് എക്വയറി ആയിട്ട് വരുന്നത്. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എക്വയറർ ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് വൈ ലിമിറ്റഡ് ചെയ്തു അല്ലേ. അപ്പോൾ എക്വയറി കമ്പനിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡിലേക്ക് ഈ കമ്പനി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ജേണൽ എൻട്രി എഴുതാം. എക്സ് ലിമിറ്റഡിൻ്റെ ബുക്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എക്വയറെയാണ് നമ്മൾ എക്സ് ലിമിറ്റഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കണക്ക് ഞാൻ ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പറയട്ടെ, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡിൻ്റെ ബുക്കിലത്തെ ജേണൽ എൻട്രീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണ് വരുന്നത്? എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എക്വയറർ കമ്പനിയെയാണ് നമ്മൾ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. എക്വയറർ കമ്പനിയാണ് എക്സ് ലിമിറ്റഡ്. ആ എക്സ് ലിമിറ്റഡിൻ്റെ ബുക്കിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലയബിലിറ്റീസ് ടു എത്രയാണ് കൺസിഡറേഷൻ എത്രയാണ് ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് എത്രയൊക്കെയാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അതാണ് നമ്മളോട് എഴുതുന്നത്. അപ്പം നമ്മൾ എക്സ് നേരത്തെ കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചെയ്തപ്പോൾ പി ക്യു ലിമിറ്റഡിൻ്റെ കണക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പിയും ക്യൂവും കൂടി ചേർന്നിട്ട് പി ക്യു ലിമിറ്റഡ് എന്ന് പറഞ്ഞ പുതിയൊരു കമ്പനി ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതല്ല ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞ കമ്പനി, എക്സ് എന്ന് പറയുന്ന എക്വയറർ വൈനെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ വൈഡ് അസറ്റും വൈഡ് ലയബിലിറ്റീസുമാണ് ഇവിടെ എഴുതാനുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് എന്നും, അല്ല ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതിനെ ഗുഡ്വിൽ എന്നും പറയും എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. എക്സ് ലിമിറ്റഡ് അപ്പം എന്തൊക്കെ അസറ്റുകൾ ഏതൊക്കെയാണ് എക്സ് ലിമിറ്റഡിലേക്ക് വന്നിരിക്കുന്നത്? ആരുടെ? വൈ ലിമിറ്റഡിലേക്ക്. അതാണ് നമ്മൾ അതിനൊക്കെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലയബിലിറ്റീസ് ടു ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ്. അതാണ് നമ്മുടെ ജേണൽ എൻട്രി വേണ്ടത്. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞ അസറ്റുകളൊക്കെ നിങ്ങൾ എടുത്ത് ചെയ്യണം. അപ്പോൾ എനിക്ക് വരിക ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീൻ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് വൈയുടെ എത്ര രൂപയാണ് എക്സിലേക്ക് വന്നിരിക്കുന്നത്? നോക്കൂ, എത്ര രൂപയാണ്? 1,35,00,000 ആണ് വന്നിരിക്കുന്നത് കേട്ടോ. 1,35,00,000 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതി. പിന്നെ അടുത്ത ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലേ. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അതാണ് എഴുതാനുള്ളത്. 2,50,00,000 2,50,00,000 rupees ആണ് വന്നിരിക്കുന്നത്. 2,50,00,000. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, 50,00,000 ആണ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. 50,00,000 ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 50,00,000 വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കൂ. 50,00,000. പിന്നെ എന്താ വന്നിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ്. എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത് വെച്ചാൽ അത് എഴുതുക. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 80,00,000. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് 80,00,000 ആണ്. പിന്നെ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഇൻവെന്ററീസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് 2,25,00,000. 2,25,00,000 അങ്ങനെയാണ്. 2,25,00,000 ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇൻവെന്ററീസ്. പിന്നെ നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് 50,00,000 ആണ് വന്നിരിക്കുന്നത്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് 50,00,000 ആണ് വന്നിരിക്കുന്നത്.
നെക്സ്റ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ട്? ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്രത്തോളമാണ് വന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അതാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കുക, കണക്കിലോട്ട് നോക്കുക. 15 lakh ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക, അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് 30 lakh ആണ് വന്നിരിക്കുന്നത്. 30 lakh ആണ് വന്നിരിക്കുന്നത്. ഇത്രയും അസറ്റുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അസറ്റുകളൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. നമ്മൾ എൻട്രി എന്താണ്? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലാബിലിറ്റീസ് ടു ലിക്വിഡേറ്റർ ഓഫ് ഏത് കമ്പനി വെച്ചെങ്കിൽ അത് വൈ ലിമിറ്റഡ് അല്ലേ. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലാബിലിറ്റീസ് ഓഫ് ഏത് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫണ്ട് എമൗണ്ട് ഇപ്പോൾ ക്രെഡിറ്റ്സ് കോളം 55 lakh ആണ് വരുന്നത് കേട്ടോ. സൺട്രി ക്രെഡിറ്റേഴ്സ് 55 lakh. നെക്സ്റ്റ് വരുന്നത് ടു പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 30 lakh ആണ് തന്നിരിക്കുന്നത്. ടു പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 30 lakh ആണ് തന്നിരിക്കുന്നത്. ടു പ്രൊവിഷൻ ഫോർ ടാക്സ് 30 lakh. നെക്സ്റ്റ് ടു 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? നോക്കൂ 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 crore ആണ് തന്നിരിക്കുന്നത് കേട്ടോ. 1 crore ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് FD എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 50 lakh ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ടു ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ്. ഇനി എഴുതാനുള്ള ടു ലിക്വിഡേറ്റർ ഓഫ് എത്ര രൂപയാണ്? ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡിന്റെ കൺസിഡറേഷൻ എമൗണ്ട് എത്രയാണ്ടായിരുന്നത്? ലംസം മെത്തേഡ് ആണ് നമ്മൾ പ്രകാരം നമുക്ക് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലംസം മെത്തേഡ് പ്രകാരം എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 5 crore 50 lakh. 5 crore 50 lakh ആണ് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ശ്രദ്ധിക്കുക. ജേണൽ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അക്വയറർ കമ്പനിയാണ് അല്ലേ. വൈ ലിമിറ്റഡിനെ മേടിക്കുന്ന കമ്പനിയാണ് എക്സ് ലിമിറ്റഡ്. അപ്പോൾ ജേണൽ എൻട്രീസ് ഓഫ് എക്സ് ലിമിറ്റഡിൽ നമ്മൾ എഴുതുക അസറ്റുകളെയൊക്കെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാബിലിറ്റീസ് ടു ലിക്വിഡേറ്റർ ഇത്രയാണ് എഴുതാനുള്ളത്. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ നമ്മൾ അസറ്റുകളെയൊക്കെ ഡെബിറ്റ് ചെയ്തു, ടു ലാബിലിറ്റീസ് പിന്നെ ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ മാതിരി ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യണ മാതിരി ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് ആണോ കുറവ്, ക്രെഡിറ്റ് ആണോ കുറവ് നോക്കുക. ക്രെഡിറ്റിലാണ് കുറവ് വരുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് എന്ന് പറയും. അതല്ല ഡെബിറ്റിലാണ് കുറവ് വരുന്നതെങ്കിൽ അതിനെ ഗുഡ് വിൽ എന്നുള്ളതുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെയാണ് കുറവ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് വരുന്നത്. ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ടു ഗെയിൻ ഫ്രം bargain purchase എത്ര രൂപയാണ് നമുക്ക് ഗെയിൻ കിട്ടുന്നത്? ആ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ ഗെയിൻ ആയിട്ട് എഴുതുന്നത്. എത്രയാണ് ഗെയിൻ വരുന്നത് വെച്ചെങ്കിൽ 50 lakh rupees ആണ് ഗെയിൻ വരുന്നത് കേട്ടോ. 50 lakh ആണ് ഗെയിൻ വരുന്നത്. ഇതാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. അപ്പോൾ വേണമെങ്കിൽ അവിടെ മനസ്സിലാവാൻ വേണ്ടി BF എഴുതിയിരിക്കുക കേട്ടോ. ബാലൻസിങ് ഫിഗർ ആണ്, അത് മനസ്സിലാവാൻ വേണ്ടി അവിടെ BF എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് നരേഷൻ എഴുതാം. അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. അസറ്റ് എടുത്തു, അസറ്റ്സ് ആൻഡ് liabilities are taken together and purchase consideration due. ഇതാണ് നമ്മുടെ ആദ്യത്തെ ജേണൽ എൻട്രി. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി ആയിട്ട് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലാബിലിറ്റീസ് ടു ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ്. അതിൽ നമ്മൾ ടോട്ടൽ ചെയ്യുക, ഡിഫറൻസ് കാണുക. എവിടെയാണോ കുറവ് വരുന്നത് വെച്ചെങ്കിൽ അവിടെയാണ് നമ്മൾ
അവിടെ എന്ത് വരുന്നത്, മുകളിൽ കുറവ് വന്നാൽ ഗുഡ് വിൽ എന്നും ടോട്ടലാണ് കുറവ് വരുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്നുള്ളതാണ് അതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി എഴുതാം. ശ്രദ്ധിക്കാം, അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് പറയാനുള്ളത് ഫസ്റ്റ് എൻട്രി നമ്മുടെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലയബിലിറ്റീസ് ടു ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് എന്നുള്ള ജേണൽ എൻട്രി ഫസ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത എൻട്രി എന്താണ് എഴുതാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ലിക്വിഡേറ്റർ ഇതെങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ കാശ് ഇപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട്, പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ചെയ്യുന്ന എമൗണ്ട് ലംസം മെത്തേഡ് പ്രകാരം നമുക്ക് ഇത്ര രൂപയാണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ലംസം മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ വരുന്ന കാശ് എങ്ങനെയായിട്ടാണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിനാണ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കണക്കിൽ അത് ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ നെക്സ്റ്റ് എഴുതുന്നത്. ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പം ഇനി ഇതെങ്ങനെയാണ് ഈ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ, ഈ കൺസിഡറേഷൻ്റെ പേയ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണോ നടത്തുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ എൻട്രിയാണ് ഈ നമുക്ക് നെക്സ്റ്റ് എഴുതാനുള്ളത് കേട്ടോ. പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ എങ്ങനെ നടത്തുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് എൻട്രി ആയിട്ട് എഴുതാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതുക, ലിക്വിഡേറ്റർ ഓഫ്, അപ്പോൾ ഇത് റിസീവർ ഇവിടെ ആരാണ് വരുന്നത്, ആരാണ് ഇത് മേടിക്കുന്നത്, വൈ ലിമിറ്റഡ്. ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എങ്ങനെയാണ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എഴുതാം ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡ് ആണല്ലോ റിസീവർ. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ വരിക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. Liquidator of Y Limited account debtor to equity share capital. എത്ര രൂപയാണ്, 5 crore 50 lakh. ഇത് 5 lakh ഒരു സീറോ കൂടി വേണം. 5 crore 50 lakh ആണ് വരിക കേട്ടോ. 5 crore 50 lakh. 5 crore 50 lakh. ഇതെന്താ ചെയ്യുന്നത്, പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ. ആ പേയ്മെന്റ് നടത്താൻ ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് അത് റിസീവ് ചെയ്യുകയും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ എഴുതിയത്. പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ ഇൻ ഇക്വിറ്റി ഷെയർസ്. പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ, പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ എങ്ങനെയാണ് നമ്മൾ കൺസിഡറേഷൻ പേയ്മെന്റ് നടത്തുന്നത്, ഈ ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലേ, കണക്കിൽ എത്രയോ ഡിബഞ്ചേഴ്സ്. അപ്പം ഡിബഞ്ചേഴ്സ് ആദ്യം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ഇനി അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയും കാണിക്കണം കേട്ടോ. ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ സെറ്റിൽ ചെയ്യണ്ടേ, വൈ ലിമിറ്റഡിനെ മൊത്തം സെറ്റിൽ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഡിബഞ്ചേഴ്സ് എത്ര രൂപയാച്ചെങ്കിൽ അത് ആദ്യം ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് മാറ്റാം. അപ്പോൾ എന്താ എഴുതേണ്ടത്, 10% debentures account debtor. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഈ ഡിബഞ്ചർ പറയുമ്പോൾ ഇവിടെ പെർസെൻറ്റേജ് പറയുന്നത് എന്തിനു വേണ്ടിയാണ്, ഇത്രയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഡിബഞ്ചർ പറയുമ്പോൾ മുന്നിൽ പെർസെൻറ്റേജ് പറയുന്നത് കേട്ടോ. 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. എത്ര രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണുള്ളത് കണക്കിലോട്ട് നോക്കുക. 1 കോടി രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണുള്ളത് കേട്ടോ. 1 കോടി ഡിബഞ്ചേഴ്സ് ആണ് ഉള്ളത്. അത് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് മാറ്റി ഇനി അത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലൂടെ ഷെയർസ് ആയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എങ്ങനെയായിട്ടാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ്, 1 കോടി രൂപയാണ് വരുന്നത്. $1 crore. ₹1 crore ആണ് വരുന്നത്.
ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് ആരുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്വയറർ കമ്പനി എന്നുള്ളതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെ എൻട്രീസ് ആണ് ഇൻ ദ ബുക്സ് ഓഫ് എക്വയറർ കമ്പനി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത് അല്ലേ. അപ്പോൾ രണ്ട് കമ്പനിയുടെയും ജേണൽ എൻട്രീസ് നമ്മൾ എഴുതി കഴിഞ്ഞു. എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്വയറി കമ്പനിയും എക്വയറർ കമ്പനിയുടെയും ജേണൽ എൻട്രീസ് നമ്മൾ എഴുതി അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഒരു ബാലൻസ് ഷീറ്റ് വരയ്ക്കാനും കൂടിയാണുള്ളത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ശ്രദ്ധിക്കുക കേട്ടോ. Balance sheet of X Limited. Balance sheet of X Limited as on 1/4/2020. എത്രയാണ് 2020 ആണ് പറഞ്ഞു വിചാരിക്കുന്നത്. 2020 ആണ് എഴുതി. ഇനി ആദ്യം ഫസ്റ്റ് എ എന്ന് പറഞ്ഞിട്ട് എ കാറ്റഗറി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. liabilities. First one equity and liabilities ആണ് നമുക്ക് ഫസ്റ്റ് പറയാനുള്ള ഐറ്റം. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. ആദ്യം അതിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റിയിലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ രണ്ടെണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ. ശ്രദ്ധിക്കാം. ആ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് എന്ന് നോക്കുക കേട്ടോ. ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വിറ്റി ഷെയർസ് എത്രയാണ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. നമുക്ക് കണക്കിൽ എത്രയാണ് തന്നിരിക്കുന്നത്? എത്രയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ഉള്ളത് എത്ര ഷെയർ ക്യാപിറ്റലാണ് ഇപ്പം ഈ കമ്പനിയുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് അപ്പം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 1,00,000 എത്രയാണ് 1,20,00,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണുള്ളത്. അപ്പം നമ്മളത് ഇൻറ്റു ചെയ്യുമ്പം എത്ര ഷെയർസ് ആണുള്ളത്? 1,20,00,000 ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 10 രൂപയാണ് പറയുന്നത്. 10 ഈച്ച്. അപ്പം മൊത്തം വരുന്നത് എത്രയാണ് വരിക? എത്ര വരും? 12 കോടി രൂപയാണ് വരിക കേട്ടോ. അത് ഇൻക്ലൂ ചെയ്യുമ്പോൾ 12. അതാണ് ആദ്യം ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1,20,00,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അതിനെ 10 കൊണ്ട് നമ്മൾ ഇൻക്ലൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്നു? എത്രയാണ്? 12 crore rupees ആണ് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയാനുള്ളത് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഐറ്റം. ഇതിൽ വരുന്ന നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസിൽ നമുക്ക് കുറേ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ അതിൽ എഴുതുക? റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ളതിൽ നമുക്ക് എഴുതാനുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് നോക്കുക. നമുക്ക് അതിൽ എഴുതാനുള്ള ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചത് 50 lakh കണ്ടുപിടിച്ചിട്ടുണ്ട്. 50 lakh ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് 50 lakh കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കണക്കിൽ ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 1,70,00,000 തന്നിട്ടുണ്ട്. പിന്നെ വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് തന്നിട്ടുണ്ട്. വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 30 lakh തന്നിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 70 lakh തന്നിട്ടുണ്ട്. 70 lakh തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്നതിൽ പറയുന്നത്.
ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്കതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടോട്ടൽ ചെയ്യുന്നതാണ് റിസർവ് ആൻഡ് സർപ്ലസ്. ഈ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജേണൽ എൻട്രി എഴുതിയത് നമുക്ക് കിട്ടിയ ഡിഫറൻസിനെയാണ് ക്യാപിറ്റൽ റിസർവ്. ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാശ് എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നത് 3,20,00,000 ആണ് വരുന്നത് കേട്ടോ. 3,20,00,000. 3,20,00,000 ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് അടുത്തതിൽ നമുക്ക് പറയാനുള്ളത് ഇതിലേതാണ് നോക്കാം. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏത് എഴുതി? കറണ്ട് ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിച്ചു, റിസർവ് ആൻഡ് സർപ്ലസ് എഴുതി. ഇനി നോൺ കറന്റ് ലാബിലിറ്റീസ്. നെക്സ്റ്റ് ഐറ്റം നോൺ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് വരുന്നത് വെച്ചാൽ അതാണ് നെക്സ്റ്റ് എഴുതാനുള്ളത് കേട്ടോ. നോൺ കറന്റ് ലാബിലിറ്റീസ് ഏതൊക്കെയാണ്? നോൺ കറന്റ് ലാബിലിറ്റീസ് എന്നുള്ളതിൽ വരും. ഏതെങ്കിലും നോൺ കറന്റ് ലാബിലിറ്റീസിന് നമുക്ക് പറയാൻ പറ്റും ഡിബഞ്ചേഴ്സും ഒക്കെയാണ് നോൺ കറന്റ് ലാബിലിറ്റീസ് എന്നുള്ളതിൽ പറയാനുള്ളത്. 10% ഡിബഞ്ചേഴ്സ് എത്രയാണുള്ളത് വെച്ചെങ്കിൽ അതാണ് നമുക്ക് ലോങ് ടേം ലാബിലിറ്റീസ് എന്നുള്ളതിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണക്കിലോട്ട് നോക്കി നോക്കൂ. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. 2x വൈയുടെ കഴിഞ്ഞു, വൈയുടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വൈയുടെ നോക്കണ്ട, നമ്മൾ എക്സിൻ്റെ മാത്രമാണ് നോക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ എത്രയാണുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 2 crore ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നോൺ കറന്റ് ലാബിലിറ്റീസിന് നമുക്ക് എഴുതാനുള്ളത് 10% ഡിബഞ്ചേഴ്സ് ആണ്. അപ്പോൾ 10% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോങ് ടേം ബോറോവിങ്സ് എഴുതാം. എന്നിട്ട് 2 crore ആണ് വരുന്നത് കേട്ടോ. അത് എഴുതാം. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് FD ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്ര വരുന്നു? 1,25,00,000. 1,25,00,000 ആണ് വരുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നില്ല. ഇനി കറന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു നെക്സ്റ്റ് എഴുതാനുള്ളത് നമ്മൾ എക്സ് ലിമിറ്റഡിലുള്ളത് മാത്രമേ എഴുതുള്ളൂ. വൈയിലോട്ട് പോകേണ്ട ആവശ്യമില്ല, വൈയുടെ നമ്മൾ ക്ലോസ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇനി എഴുതാനുള്ളത് കറന്റ് ലാബിലിറ്റീസ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. കറന്റ് ലാബിലിറ്റീസിൽ ട്രേഡ് പേയബിൾ സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും കൂടിയതാണ് ട്രേഡ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും കൂടിയിട്ട് എത്ര രൂപ ഉണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ. അപ്പോൾ 1,35,00,000 ആണ് വരുന്നത് കേട്ടോ. 1,35,00,000 ആണ് അതിൽ വരുന്നത്. ട്രേഡ് പേയബിൾ കറക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ടാക്സ്. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് 70 lakh ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറയുന്നത് 70 lakh പ്രൊവിഷൻ ഫോർ ടാക്സ്. ഇത്രയാണ് ലാബിലിറ്റി സൈഡിൽ വരുന്നത്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണുകയാണ് കേട്ടോ. അപ്പം 20 crore നമുക്ക് 50 lakh 20 crore 50 lakh ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ വരുന്നത്? നമ്മൾ ഏത് സൈഡ് മാത്രമേ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളൂ? ലാബിലിറ്റി സൈഡ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ലാബിലിറ്റി സൈഡ് ചെയ്തിട്ട് ആ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 20 crore 50 lakh rupees ആണ് അതിൻ്റെ ടോട്ടലായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾ നോക്കുക.
ഇതിൽ ഷെയർ ക്യാപിറ്റൽ ആദ്യത്തെ ഐറ്റം നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, എത്ര ഷെയർസ് ആണ്, എത്ര ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതിൻ്റെ എണ്ണം അത് ഇൻറ്റു 10 ആണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 55 ലാക്ക് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, ഇഷ്യൂഡ് ഫോർ പർച്ചേസ് കൺസിഡറേഷൻ അല്ലേ. പിന്നെ 10 ലാക്ക് ഷെയർസ് ഇഷ്യൂഡ് ടു ഡിസ്ചാർജ് ഡിബഞ്ചേഴ്സ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10 ലാക്ക് ഇഷ്യൂ ഷെയർസും ഉണ്ടായിരുന്നു കഴിച്ച് ബാക്കി നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ് 1,20 ലാക്ക് ഷെയർസ് ആണ് ഉള്ളത്. അതിലൊരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ 12 crore rupees ആണ് നമ്മുടെ ഷെയർ ക്യാപിറ്റലായിട്ട് വരുന്നത്. നെക്സ്റ്റ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരുന്ന റിസർവ് ഐറ്റംസ് ഒക്കെ വരും. അതിൽ ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇത്രയും ഐറ്റംസ് ആണ്. അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ നെക്സ്റ്റ് നോൺ കറന്റ് ലാബിലിറ്റീസ് പറഞ്ഞാൽ ലോങ് ടേം ബോറോവിങ്സ് ആണ് അതിൽ വരിക. ലോങ് ടേം ബോറോവിങ്സ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സും ഒക്കെയാണ് വരിക. ആ 10% ഡിബഞ്ചേഴ്സ് പറഞ്ഞിട്ട് അത് എഴുതി. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എഴുതി. പിന്നെ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് പേയബിൾ ആണ്. ട്രേഡ് പേയബിളിൽ സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും വരും. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ്. അതിൻ്റെ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കിട്ടി, ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ലാബിലിറ്റി സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ അതിൻ്റെ അടിയിൽ തന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഇത് ചെയ്യണം. ഏതാ നമുക്കിനി അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചെയ്യാനുള്ളത്? അസറ്റ് എഴുതിയിട്ടില്ലല്ലോ, അസറ്റ് എഴുതേണ്ട, അസറ്റ് ചെയ്യണം. ശ്രദ്ധിക്കാം. അസറ്റ് എഴുതുമ്പം ആദ്യം ബി എന്ന് പറഞ്ഞ് അസറ്റ്സ്, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. ഫസ്റ്റ് നോൺ കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് നോൺ കറണ്ട് അസറ്റിൽ വരുന്നത് കേട്ടോ. നോൺ കറണ്ട് അസറ്റ്സ് അതിലാദ്യം നമുക്ക് എഴുതാനുള്ളത് ഏതൊക്കെയാണ്? ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണ് വെച്ചെങ്കിൽ അതൊക്കെ എഴുതുക. ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ എഴുതുക കേട്ടോ. അപ്പോൾ ഇതിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ അത്രയും ഐറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ അത് എത്രയാച്ചെങ്കിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഫിക്സഡ് അസറ്റ് എക്സിൻ്റെ മാത്രമാണ് കൂട്ടേണ്ടത്, വൈയുടെ കൂട്ടണ്ട. വൈയുടെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതാണ്. അത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11,25 lakh ആണ് വരുന്നത് കേട്ടോ. 11,25 lakh ആണ് അത് മൂന്നും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ വരിക. പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കണക്കിൽ തന്നതിൻ്റെ എടുത്ത് എഴുതേ വേണ്ടു. എത്രയാച്ചെങ്കിൽ കണക്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ എടുത്ത് എഴുതുക. അത്ര മാത്രമാണ് ചെയ്യാനുള്ളൂ. എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ 2,05 lakh. അത് കഴിഞ്ഞു. ഇനി കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 4,75,000 അല്ല 4 crore ആണ് 75 lakh. നെക്സ്റ്റ് ട്രയൽ റെസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സും ബിൽസ് പേയബിളും ആണ് ട്രയൽ റെസീവബിളിൽ വരിക. സൺട്രി ഡെപ്റ്റേഴ്സും ബിൽ റെസീവബിൾ ഉണ്ടെങ്കിൽ അതും. ഇതിൽ തന്നിരിക്കുന്നത് 1,35 lakh. നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് പറഞ്ഞിട്ട് 45 lakh. ക്യാഷ് ഈക്വലന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 45 lakh. നെക്സ്റ്റ് അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 65 lakh. എന്നിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയ ടോട്ടൽ തന്നെ കിട്ടും 20,50,00,000. ഇത്രയാണ് അതിൻ്റെ ടോട്ടൽ വരുന്നത്. അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് വന്നു.
അപ്പോൾ ഈ കണക്കിൽ നോൺ കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി എക്സിൻ്റെ എത്രയാണ് ഫിക്സഡ് അസറ്റ് നോക്കി എഴുതി നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ എഴുതിട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ കണക്കിൽ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കണക്കിൽ നമ്മൾ ആ കണക്കിൻ്റെ പകുതി ഭാഗമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ മുഴുവനായി എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അത് മുഴുവനാണ് അപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് വൈ ലിമിറ്റഡിൻ്റെ ചെയ്തു, പിന്നെ എക്സ് ലിമിറ്റഡ് ആയപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ ചെയ്തു, പിന്നെ അതിൻ്റെ പുതിയ ബാലൻസ് ഷീറ്റ് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെറിയൊരു തിയറി ഭാഗം പറയാനുണ്ട്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് ഒരു ടോപ്പിക്കാണ് പറയാനുള്ളത്. അപ്പോൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഷെയർ ഹോൾഡേഴ്സ് ദേ ഹാവ് നോ ഇൻട്രസ്റ്റ്. എന്തിലും ഇൻട്രസ്റ്റ് കാണിക്കും? ഇൻ കോമ്പിനേഷൻ ഓഫ് ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ കോമ്പിനേഷന് ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഷെയർ ഹോൾഡേഴ്സ് they are not interested they are not take interest in the combination of the business. അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയാം, തിയറി പാർട്ടാണ്. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഷെയർ ഹോൾഡേഴ്സ് who have not given their assent, സമ്മതം. അസെന്റ് പറഞ്ഞാൽ സമ്മതം കൊടുക്കുന്നില്ല അല്ലേ, ടു ദ സ്കീം ഓഫ് ബിസിനസ് കോമ്പിനേഷൻ. അപ്പോൾ ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് ഈ ബിസിനസ് രണ്ട് കമ്പനികൾ കൂടിച്ചേർന്ന് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത്. അപ്പോൾ അസെന്റ് കൊടുക്കുന്നില്ല പറഞ്ഞെന്താ? സം ഷെയർ ഹോൾഡേഴ്സ് ദേ എന്ത് കൊടുക്കുന്നു? ഹു ഹാവ് നോട്ട് ഗിവൺ ദെയർ അസെന്റ് പറഞ്ഞ സമ്മതം ടു ദ സ്കീം ഓഫ് ബിസിനസ് കോമ്പിനേഷൻ. ഈ ബിസിനസ് കോമ്പിനേഷന് അവർ എന്ത് കൊടുക്കുന്നില്ല? സമ്മതം കൊടുക്കുന്നില്ല. ഇൻ സിമ്പിൾ വേർഡ്സ് ദേ ആർ ഷെയർ ഹോൾഡേഴ്സ് ഹു ആർ എഗെൻസ്റ്റ് ദ സ്കീം ഓഫ് കോമ്പിനേഷൻ. ആ ഷെയർ ഹോൾഡേഴ്സ് എന്താണ്? എതിരാണ്, ഈ കോമ്പിനേഷന് അവരെതിരാണ് എന്നുള്ളതാണ് പറയുന്നത്. They refuse to transfer their share to the acquirer company in accordance with the scheme of combination. അപ്പോൾ ഈ കോമ്പിനേഷനിൽ എന്തൊക്കെ സ്കീമുകളാണോ പറയുന്നത് വെച്ചെങ്കിൽ അതിൽ അവർ എഗ്രി ചെയ്യുന്നില്ല, അവരതിന് എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതാണ് ഉള്ളതിനെയാണ് നമ്മൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ്. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഷെയർ ഹോൾഡേഴ്സ് ദേ ഡു നോട്ട് ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ദി കോമ്പിനേഷൻ ഓഫ് ദ ബിസിനസ്. They are called dissenting shareholders. They are against the rule. എന്തൊക്കെ റൂൾസ് ആണോ ഈ കോമ്പിനേഷനിൽ പറയുന്നത് വെച്ചെങ്കിൽ അതിനൊക്കെ അവർ എതിരായിരിക്കും, എഗെൻസ്റ്റ് ആയിരിക്കും. അതിനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതിൽ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 7th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് പറയാനുള്ളത് 7th ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 147 7th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതിൽ പറയുന്നത് കണക്കാദ്യം ഞാൻ വായിക്കാം. ഇതിൽ പറയുന്നത് എക്സ് ലിമിറ്റഡ് ടുക്ക് ഓവർ ദ ബിസിനസ് ഓഫ് വൈ ലിമിറ്റഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം 31/3/2020. ദി ഫോളോയിങ് വാസ് ദി എന്താണ് ബാലൻസ് ഷീറ്റ് ഓഫ് വൈ ലിമിറ്റഡ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് അല്ലേ. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിനെ ഏറ്റെടുക്കുകയാണ്. താഴെ പറയുന്നതാണ് അതിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ടോ പിന്നെ എക്സ് ലിമിറ്റഡ് ടുക്ക് ഓവർ ഓൾ ദി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് വൈ ലിമിറ്റഡ്. എല്ലാ അസറ്റും ലാബിലിറ്റീസും ഏറ്റെടുക്കുന്നുണ്ട്. എക്സെപ്റ്റ് ഏതൊഴിച്ച് എ സം ഓഫ് ₹10,000 ടു ബി പ്രൊവൈഡഡ് ഫോർ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ആൻഡ് പേയ്മെൻറ്റ് ടു descendant shareholders. If any, the purchase price was discharged by എങ്ങനെയാണ് നമ്മൾ ഈ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ ദി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി വെൻഡർ കമ്പനി ഓഫ് 1 ഷെയർ ഓഫ് ₹100. ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ടാണ് നമ്മളവിടെ കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ₹90 പെയ്ഡ് അപ്പ്. അതിൽ 100 ആണ് അതിൻ്റെ വാല്യൂ, പക്ഷെ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 90 ഉള്ളൂ. 10 രൂപ ഡിസ്കൗണ്ട് വന്നോടെ. ഓഫ് എക്സ് ലിമിറ്റഡ് ഫോർ എവറി 2 years ഇൻ ദ വൈ ലിമിറ്റഡ്. പിന്നെ എക്സ്പെൻസസ് ഓഫ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ₹3000 ആണ്.
പിന്നെ ഡിസെറ്റിൽമെൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് 100 ഷെയർസ് വർ പെയ്ഡ് അറ്റ് റുപ്പീസ്. ഈ എന്താ പറയുന്ന ഈ ഇങ്ങനത്തെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞില്ലേ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. 100 ഷെയർസ് വർ പെയ്ഡ് അറ്റ് റുപ്പീസ് 70 പെർ ഷെയർ. 70 രൂപ വെച്ചിട്ടാണ് ഷെയറിന് കൊടുത്തത്. അപ്പോൾ പാസ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ദി കമ്പനീസ്. രണ്ട് കമ്പനിയുടെയും ജേണൽ എൻട്രീസ് എഴുതാനാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കണക്കുകൾ എങ്ങനെയൊക്കെയാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ കോമ്പിനേഷന് താല്പര്യമില്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ആണ് നമ്മളിവിടെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഈ കമ്പനിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 1,20,000 ഷെയർസ് ഓഫ് ₹50 ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1,20,000 ഷെയർസ് ആണ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ഷെയറിന് 100 രൂപയാണെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര രൂപയായിരിക്കും? 12,000 ഷെയർസ് ആണ് വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? കണക്കിൽ നോക്കൂ 12,000 ആണ് തന്നിരിക്കുന്നത്. 12,000 ആണ് തന്നിരിക്കുന്നത്. അതിൽ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എത്ര ഉണ്ട് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഡിസെൻഡിങ് ഷെയർസ് ഓഫ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് 100 പേരാണുള്ളത് എന്ന് കണക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 100 പേരെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 11,900 അല്ലേ. അതിൽ എത്ര രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്? 11,900 ഇൻറ്റു എത്രയാണ്? ഇവിടെ ഒരു കണക്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ₹190 പെയ്ഡപ്പ് ആണ്. 90 ആണ് ഇവിടെ പെയ്ഡപ്പ് ഉള്ളൂ. അപ്പോൾ 90 പെയ്ഡപ്പ് വാല്യൂ 90 ആണ്. അത് ഇൻറ്റു ഫോർ എവറി 2 years 2 ഷെയർസ് ഉള്ളവർക്കാണ് 2 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ കൊടുക്കുക. അപ്പോൾ 1/2. 2 ഷെയർ ഉണ്ടെങ്കിൽ 1 ഷെയർ കൊടുക്കും. ആ കൊടുക്കുന്നത് മുകളിൽ എഴുതുക കേട്ടോ. അപ്പോൾ 2 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ ആണ് നമ്മൾ. അപ്പോൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഈ കോമ്പിനേഷന് താല്പര്യമില്ലാത്ത ഷെയർ ഹോൾഡേഴ്സ് 100 ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 12,000 ആണ്. ആ 12,000-ൽ നിന്ന് 100 കുറച്ച് ബാക്കി 11,900. അത് ഇൻറ്റു 90 ആണ് അതിൻ്റെ പെയ്ഡപ്പ് വാല്യൂ. അത് ഇൻറ്റു 1/2. 1 ഷെയർ കിട്ടും. 2 ഷെയർ ഉള്ളവർക്കാണ് നമ്മളിവിടെ 1 ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നു. 5,35,500 ആണ് അതിൻ്റെ പർച്ചേസ് കൺസിഡറേഷനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം ഈ കണക്കിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ശരിയുണ്ട്.